നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. പ്രവാചകന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾക്ക് ഇന്ന് ബലിപെരുന്നാൾ. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാ വഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയ്ക്കാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്തിയോളം ഭക്തിസാന്ദ്രമാവുന്ന അന്തരീക്ഷവും അത്തറിൻ്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലുമുള്ള ഒത്തുചേരലുകളും പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. മയൂരി ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. ആത്മത്യാഗത്തിന്റെ സന്ദേശം പകർന്ന് സ്വന്തം മകനെ ബലി നൽകണമെന്ന ദൈവകൽപ്പന ശിരസാ വഹിച്ച ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണയ്ക്കാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പരീക്ഷണത്തിൽ വിജയിച്ച പ്രവാചകൻ ഇബ്രാഹിമിനെ നാഥൻ ചേർത്ത് പിടിച്ചു. കഠിനാനുഭവങ്ങളുടെ തീച്ചുളയിൽ അജയ്യനായി നിലപാടെടുത്ത ഇബ്രാഹിം നബിയുടെ നിശ്ചയദാർഢ്യം വിശ്വാസിക്ക് ആഘോഷവേളയിൽ കരുത്ത് പകരും. അതിരുകളും വേർതിരിവുകളുമില്ലെന്ന് കർമ്മത്തിലൂടെ പ്രഖ്യാപിച്ച് മക്കയിൽ തീർത്ഥാടനത്തിനെത്തിയ മനുഷ്യക്കടലിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക കൂടിയാണ് വിശ്വാസികൾ ഇന്ന്. ജമാഅത്തുകളുടെ ആഭിമുഖ്യത്തിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തിരൂർ കോരങ്ങത്ത് ജുമാ മസ്ജിദിൽ ഖത്തീബ് അഷ്റഫ് അഷ്റഫിയും സൊഫ മസ്ജിദിൽ ഖത്തീബ് വീട്ടി അബ്ദുള്ള കോയത്തങ്ങളും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ബലികർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കൊപ്പം കുടുംബ സന്ദർശനവും സൗഹൃദ പുതുക്കലുമായി വിശ്വാസികൾ ആഘോഷ നിറവിലാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ജീവിത വഴിയുടെ ഈ കർമ്മ മാതൃകയുടെ രണ്ട് സവിശേഷതകൾ പറയുകയാണ്. ഒന്ന് ഇഹലോകത്ത് ഈ ദുനിയാവിൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി തെരഞ്ഞെടുത്തിരിക്കുന്നു ഒരു വലിയ ദൗത്യത്തിനു വേണ്ടി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്ന കാലത്ത് തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും അധ്വാന പരിശ്രമങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ആ ദൗത്യം എങ്ങനെ നിർവഹിക്കണം എന്ന് കർമ്മപദത്തിൽ അദ്ദേഹം തെളിയിച്ചു കാണിച്ചിട്ടുണ്ട്. ഇന്നത്തേതുപോലെയുള്ള ഒരു സംവിധാനങ്ങളും ഇല്ലാത്ത ഏതാണ്ട് 4000-ഓളം സംവത്സരങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ പെറ്റുവളർന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെ ഭൂമിയുടെ കിടപ്പ്, ഭൂമിശാസ്ത്രപരമായ ആ കിടപ്പ് നമുക്കിന്ന് മനസ്സിൽ കാണാൻ കഴിയും. ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെയുള്ള പ്രദേശങ്ങൾ ചുറ്റിസഞ്ചരിച്ച് അള്ളാഹു അല്ലാതെ വേറെ ഒരുത്തനെയും നിങ്ങൾ യജമാനനും ഉടമസ്ഥനും അധികാരിയുമായിട്ട് അംഗീകരിക്കരുത് എന്ന് നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നു. ഏകനായ അള്ളാഹുവിനെ വിട്ട് മനുഷ്യർ സ്വന്തം നിലക്ക് സൃഷ്ടിച്ചുണ്ടാക്കിയ എന്തൊക്കെ പ്രാർത്ഥനാ മൂർത്തികളും ആരാധ്യ വസ്തുക്കളുമുണ്ടോ അതിൽ നിന്ന് മുഴുവൻ ജനസമൂഹത്തെ പിന്തിരിപ്പിക്കാൻ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നു. ഈജിപ്റ്റ് മുതൽ ഇറാഖ് മുതൽ ഈജിപ്റ്റ് വരെ. അതേ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിനെ ഇന്ന് ഏകദേശം ഫലസ്തീൻ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തിന്റെ കൻആൻ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തിന്റെ പ്രബോധകനായിട്ട് അവിടെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ ഇളയ പുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ മക്ക മദീന ഉൾപ്പെടുന്ന ജസീറത്തുൽ അറബിൽ പ്രബോധകനായിട്ട് നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ലൂത്ത് നബി അലൈഹി സ്വലാം ട്രാൻസ് ജോർദാൻ എന്ന് പറയുന്ന. പെരുന്നാളിനും തുടർന്നുള്ള ദിവസങ്ങളിലും പള്ളി കമ്മിറ്റികളുടെയും വ്യക്തികളുടെയും കൂട്ടായ്മകളുടെയും മേൽനോട്ടത്തിൽ ബലികർമ്മം നടത്തി മാംസദാനം ചെയ്യും. വിവിധ നേതാക്കൾ പെരുന്നാൾ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അചഞ്ചലമായ വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ ദിനം. الحمد لله رب العالمين. الله أكبر. قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا الله أكبر. الله أكبر. الله أكبر.
അല്ലാഹു അക്ബർ അല്ലാഹു ഇയ്യാ വെട്ട ന്യൂസ് തിരൂർ.